ഡോക്ടർ സമ്പത്ത്, താങ്കളിലേക്ക് തന്നെ വരികയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കൊച്ചാക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിന് എന്തു മറുപടിയാണ്, അല്ലെങ്കിൽ എന്ത് പ്രതികരണമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ അത്രയും മാത്രം പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ താങ്കൾക്ക്? അത് വിശദീകരിക്കേണ്ടതുണ്ടോ? ഡോക്ടർ ലാൽ, രാഷ്ട്രീയ രംഗത്ത് ഇനിയും ഈ കാര്യം ചർച്ച ചെയ്യപ്പെടാനിടയുള്ളതായി ഇങ്ങനെ ഒരു വിഷയം അത് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് എന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷേ അനിൽ ബോസ് സമ്മതിക്കാൻ സാധ്യതയില്ല എങ്കിലും ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന അനുചിതമായിപ്പോയി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആരെയാണ് എതിർക്കുന്നത്? എന്തിനെയാണ് എതിർക്കുന്നത്? തൻ്റെ വാക്കുകൾ, തൻ്റെ പ്രസംഗങ്ങൾ, എഴുത്തുകൾ അതെല്ലാം നൽകുന്നതായ സന്ദേശം എന്തായിരിക്കും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ രംഗത്ത് അത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വം നൽകുന്നവർ ഒന്നിലധികം തവണ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ, ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി അനിൽ ബോസുമായി മറ്റേതെങ്കിലും ഒരു തർക്കത്തിനല്ല, ഒരു രാഷ്ട്രീയമായി നമ്മൾ ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്ത തർക്കത്തിനല്ല. നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, അത് BJPയുടെ ഭാഗത്തു നിന്ന് എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു രാഷ്ട്രീയ കക്ഷി അല്ലാത്തതായ ഒരു സംഘടന. അപ്പം ഞാനീ പറയുന്ന കാര്യത്തിൽ എന്തായാലും ഇവിടെ ഒരു BJPയുടെ RSSൻ്റെ പ്രതിനിധി കൂടി ചർച്ചയിൽ പങ്കെടുത്താലും അവർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്തതായ ഒരു വസ്തുതയുണ്ട്. എന്താണ്? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് അതിന് ഒരു ഭരണഘടന തന്നെ ഇല്ല, അഥവാ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പിന്നെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കോടതി ഉത്തരവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് മാത്രം അത്തരത്തിൽ അങ്ങനെ ഒരു അവരുടേതായ ഒരു ഭരണഘടനാ നിയമാവലി ഉണ്ടെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. അവരുടേതായ ഒരു യോഗങ്ങൾ ചേരുന്നതും നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളോ ട്രേഡ് യൂണിയൻ സംഘടനകളോ അതല്ല, ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയോ ഒരു ക്ഷേത്രോപദേശക സമിതിയുടെയോ അല്ല, ഒരു പള്ളി കമ്മിറ്റിയുടെയോ യോഗങ്ങൾ അത്തരത്തിൽ നിർവാഹക സമിതികൾ ചേരുമ്പോൾ എഴുതുന്നത് പോലെ മിനിറ്റ്സ് എഴുതി ചേരുന്നതായിട്ടുള്ളൊരു കാര്യമേ അല്ല. അതും കൂടി മനസ്സിലാക്കണം. ലോകത്തിലെ പല രാഷ്ട്രങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വാർഷിക ബഡ്ജറ്റുള്ളതായ ഒരു രാഷ്ട്രീയേതര സംഘടന എന്ന്, ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല എന്നാണ് അവർ എപ്പോഴും പറയുക. എന്നാൽ അവർ എല്ലാ മേഖലകളിലും, രാഷ്ട്രീയ രംഗം ഉൾപ്പെടെ, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ, ശാസ്ത്ര സാങ്കേതിക മേഖല ഉൾപ്പെടെ, ഈ ഗവേഷണ രംഗം ഉൾപ്പെടെ, നമ്മുടെ പ്രതിരോധ മേഖല ഉൾപ്പെടെ എല്ലാ രംഗത്തേക്കും കിനാവള്ളിക്കരങ്ങൾ പോലെ അത് കടന്നു കയറുകയും അവിടെയെല്ലാം വർഗീയത, ഒരു കമ്മ്യൂണലൈസേഷൻ, ഒരു കമ്മ്യൂണലായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ അത് കോർപ്പറേറ്റ് വൽക്കരണത്തിന് വേണ്ടിയും അത് വാണിജ്യവൽക്കരണത്തിന്, കൊമേഴ്സ്യലൈസേഷൻ, കോർപ്പറേറ്റൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, ഈ 3 സീകളും ചേർന്നിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം. ഇത് നാഗ്പൂരിൽ RSSൻ്റെ ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇതിൻ്റേതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധികേന്ദ്രങ്ങൾ, ആ ബുദ്ധികേന്ദ്രങ്ങൾ നടത്തിക്കേണ്ടതായിട്ടുള്ള മോഡസ് ഓപ്പറാൻഡി, ഇതിന് നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ. ഞാനിപ്പോൾ ഇത് അനിൽ ബോസ് കൂടി ഉള്ളതുകൊണ്ടൊരു അനിൽ ബോസിനും കൂടി അറിയാവുന്ന ഒരു കാര്യവും ഇവിടെ ഡോക്ടർ ലാൽകുമാറിന് കൂടി അറിയാവും. നിങ്ങൾ 2 ലാൽമാരുണ്ടെങ്കിലും എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യം തന്നെയാണ്. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും BJP മുഖ്യമന്ത്രിമാർക്ക് സർക്കാരിൻ്റേതായ രേഖകളിൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെന്നോ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെന്നോ ഒരിക്കലും രേഖയിലില്ലാത്തതായിട്ടുള്ള രാഷ്ട്രീയ ഉപദേശക വൃന്ദങ്ങൾ അത്തരത്തിൽ പലരെയും രാഷ്ട്രീയ സ്വയം സേവക സംഘം നിയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ. എന്ന് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് അതാത് സംസ്ഥാനങ്ങളുടെ ഖജനാവിൽ നിന്ന് നൽകുന്നതായ പണം ഉപയോഗിച്ച് അവരുടേതായിട്ടുള്ള സെക്രട്ടറി, ADC, അവരുടേതായിട്ടുള്ള മറ്റ് ഈ ഉപദേശക വൃന്ദങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട് എന്ന് നിങ്ങൾക്കൊരിടത്തും തിരഞ്ഞാൽ കാണാൻ പറ്റാത്തതായിട്ടുള്ള ഇത്തരത്തിലുള്ള അജ്ഞാത കരങ്ങളെയും അവിടേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്.